ഇൻഷുറൻസ് ഏജന്റായി നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന PDF എന്തെങ്കിലും നിർമ്മിച്ചിട്ടുണ്ട്? എനിക്കറിയാം ഭൂരിഭാഗം ആൾക്കാരുടെയും ആൻസർ നോ അല്ലെങ്കിൽ ഇല്ല എന്നാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മനോഹരമായ PDF തയ്യാറാക്കാം, അതും വെറും 10 പേര്. ഇന്ന് ഭൂരിഭാഗം ഇൻഷുറൻസ് ഏജന്റുമാരും നേരിടുന്ന പ്രധാന പ്രശ്നം ലീഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ക്ലയൻസ് നമ്മളോട് ഇൻഷുറൻസ് ഏജന്റുമായി ഇന്ററാക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല. നമുക്ക് ആകെ ചെയ്യാനുള്ളത് മാർക്കറ്റിംഗ് കണ്ടന്റ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യുക. ഉറപ്പാണ് ഇതുപോലുള്ള വാല്യൂ ഇല്ലാത്ത കണ്ടന്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് സംസാരിക്കാൻ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ലീഡിനെ കൺവേർട്ട് ചെയ്യാനും പറ്റും. ഹായ്, എന്റെ പേര് അനീഷ് കുമാർ, ഫൗണ്ടർ ഓഫ് ഇൻഷുറൻസ് പോളിസി പ്രൊഡ്യൂസർ. കേരളത്തിലെ ഇൻഷുറൻസ് ഏജന്റ്മാരെ ഡിജിറ്റലി സ്റ്റേബിൾ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഡിജിറ്റൽ ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോം ഞാൻ ആരംഭിച്ചത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ക്ലയന്റ് അട്രാക്ടിംഗ് PDF ഉണ്ടാക്കാം, അതും 10 മിനിറ്റ്, അതും ഫ്രീ ടൂൾസ് ഉപയോഗിച്ചു. ഒരു ക്ലയന്റ് അട്രാക്ടിംഗ് PDF എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ 4 സ്റ്റെപ്പിലൂടെ പറയാൻ പോകുന്നു. ഓക്കെ, PDF ഓക്കെ. സ്റ്റെപ്പ് നമ്പർ 1, ടോപ്പിക് തിരയുക. എന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. അതായത് നമ്മുടെ ക്ലയന്റിനെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് നമ്മൾ ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കും. ഉദാഹരണത്തിന് 5 ടാക്സ് ബെനിഫിറ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന 5 ടാക്സ് ബെനിഫിറ്റ്സ്, അത് വളരെ ഒരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 5 പിഴവുകൾ. അതുമല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് വേഴ്സസ് എൻജോയ്മെന്റ്, ഇതിലെ സത്യാവസ്ഥ. ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് നമ്മൾ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ തിരഞ്ഞ് നമുക്ക് റെഡിയാക്കി. സ്റ്റെപ്പ് നമ്പർ 2, കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കുക. അതെങ്ങനെ? AI ഉപയോഗിച്ച്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അത് വളരെ ഈസി ആയിട്ട്, വളരെ ചെറിയ സമയം. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ChatGPT ആണ്. ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് കണ്ടന്റ് ആണോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കണ്ടന്റ് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ക്രിയേറ്റ് എ ഷോർട്ട് ഗൈഡ് ഓൺ 5 ടാക്സ് ബെനിഫിറ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ഇത് നമ്മളൊരു കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ക്ലയൻസിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. ഇതിനെ വെച്ച് ഞാനൊരു ഗൈഡ് ഉണ്ടാക്കും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമ്മൾ ഗൂഗിളിൽ പോവുക, ChatGPT സെർച്ച് ചെയ്യുക. ഈ ഫസ്റ്റ് വരുന്നതാണ് OpenAIയുടെ സാധനമാണ് ChatGPT. ഇത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയേ ഉള്ളൂ. അതിലേക്ക് പോയി ഞാൻ ഓൾറെഡി എനിക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ഉണ്ട്, ഞാൻ അതിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് അതുപോലെ ഈസി ആയിട്ട് അക്കൗണ്ട് ഉണ്ടാക്കാം. അത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ലോഗിൻ ചെയ്തു. ഇനി എന്താണ് എനിക്ക് ചെയ്യേണ്ടത്? ക്രിയേറ്റ് എ ഷോർട്ട് ഗൈഡ് ഓൺ 5 ടാക്സ് ബെനിഫിറ്റ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ഞാനത് അതേപോലെ ടൈപ്പ് ചെയ്തു. ക്രിയേറ്റ് എ ഷോർട്ട് on 5 tax benefits of life insurance in India. നമ്മുടെ ChatGPT എന്ന് പറയുന്നത് ഗ്ലോബലി ആക്സസിബിൾ ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ ഇന്ത്യയിൽ സ്പെസിഫിക് ആയിട്ടുള്ള റൂളാണ് നമുക്ക് വേണ്ടത്, ബെനിഫിറ്റ്സ് ആണ് വേണ്ടത്. ഓക്കെ, ഞാൻ അഡീഷണൽ ഇതും കൂടെ ആഡ് ചെയ്യുന്നു. പ്ലീസ് ലിസ്റ്റ് ആസ് selected points if are in certificate. ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നു. See, within seconds നമുക്ക് കണ്ടന്റ് റെഡിയായി. ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ചാൽ പ്രീമിയം പെയ്ഡ് സെക്ഷൻ 80C, another benefits, 2 material benefits, death benefit, then ULP benefits, tax free loans against policy, ഒരുപാട് ബെനിഫിറ്റ്. അപ്പൊ ഇതിൽ ChatGPT തന്നെ പറയുന്നുണ്ട് ChatGPT പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടന്റ് 100% ആക്യുറേറ്റ് ആയിട്ടാണ്. പക്ഷെ എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്, ഒരു 2 വർഷത്തോളം ഞാൻ ChatGPT യൂസ് ചെയ്യുന്നു. എനിക്ക് 99% സാധനം ആക്യുറേറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഇതിൽ തെറ്റുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഡബിൾ ചെക്ക് ചെയ്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷെ ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് റെഡിയായിരിക്കും. ഒന്നും നിങ്ങൾ കൂടുതലായിട്ട് ആലോചിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണലി ചേഞ്ച് വരുത്തണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യും. ഞാൻ കൂടുതൽ ഇത് പറയുന്നില്ല. ഇനി നിങ്ങൾക്ക് അടുത്തൊരു മാജിക്.
please create a supporting image for the below point. ആൾക്കാർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ PDF വെറും കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനോ അതിന്റെ കൂടെ ഒരു ഇമേജും കൂടി ഉണ്ടെങ്കിലോ ആൾക്കാർക്ക് അട്രാക്ട് ചെയ്യും അല്ലേ? ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രോംപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. പ്ലീസ് ക്രിയേറ്റ് എ സപ്പോർട്ടിംഗ് ഇമേജ് ഫോർ ദ ബിലോ പോയിന്റ്. ഏതാ പോയിന്റ്? പോയിന്റ് നമ്പർ 1 ഞാൻ എടുത്തു. ക്രിയേറ്റ് എ സപ്പോർട്ടിംഗ് ഇമേജ് ഫോർ ദ പോയിന്റ്. ആ പോയിന്റ് ഞാൻ എടുത്ത് പേസ്റ്റ് ചെയ്തു. ഒന്നാമത്തെ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, ഇത് ലോഡ് ചെയ്യും. ഇത് ഇമേജ് എന്താണ്? ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അത് കുറച്ച് സമയം എടുക്കും. വെയിറ്റ് ചെയ്യാം. സ്റ്റാർട്ടഡ്. മാക്സിമം ഇതൊരു 2 to 3 minutes നുള്ളിൽ ഇത് റെഡിയാവും. നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസൈൻ നോളജ് വേണ്ട, ഡിസൈൻ ചെയ്യാൻ അറിയേണ്ട, ഒരു ടൂള് വേണ്ട, ഒന്നും വേണ്ട. എല്ലാവരുടെ ഒരു പ്രശ്നം ഇതായിരിക്കും, അപ്പോൾ ഞാൻ ഡിസൈൻ പഠിക്കണം, ഡിസൈൻ പഠിക്കണം, ഒന്നും വേണ്ട. സ്ലോഡിങ്. യെസ്. ഇതിലെങ്ങനെ നിങ്ങളുടെ കമ്പനി പേര് വെക്കാം, ഇതിലെങ്ങനെ നിങ്ങളുടെ മലയാളം ഫോണ്ടിൽ വരുത്താം, എല്ലാം നമുക്ക് വഴിയെ നമുക്ക് പഠിക്കാം. തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യും, അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യും. ഇനി ഇതില് അതേപോലെ തന്നെ എന്ത് ചെയ്യാം, പ്ലീസ് ക്രിയേറ്റ് എ സപ്പോർട്ടിംഗ് ഇമേജ് ഫോർ ദ സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്, ഫിഫ്ത് പോയിന്റ്. നമുക്ക് 5 ഇമേജ്. സോ വെരി സിമ്പിൾ, റൈറ്റ്? റിയലി എ മാച്ച്. ഇതിവിടെ പലർക്കും അറിയുന്നതായിരിക്കും, ഇത് മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടി. നൗ സ്റ്റെപ്പ് നമ്പർ 3, PDF ഡിസൈൻ യൂസിങ് ക്യാൻവ. സിമ്പിൾ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നമ്മള് ChatGPT ഉപയോഗിച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതെങ്ങനെ PDF ഡിസൈൻ ചെയ്യാനുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൂഗിളിൽ പോവുക. ഇതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ക്യാൻവ. ജസ്റ്റ് ഗൂഗിളിൽ പോയി ക്യാൻവ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു. ക്യാൻവ ഇതാണ് വെബ്സൈറ്റ്. ക്യാൻവയിൽ പോയി ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി ലോഗിൻ ആണ്, അതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. ഇതിൽ ഫ്രീ ടൂൾസും ഉണ്ട്, പെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് ഒരു പവർ പോയിന്റ് എന്ന് സെർച്ച് ചെയ്യും. ഓക്കെ, പവർ പോയിന്റ് പ്രസന്റേഷൻ. ഞാൻ ഈ ഒരു സെലക്ട് ചെയ്തു. ഫ്രീ ആയിട്ട് അവൈലബിൾ ഉണ്ട്, ഇത് പെയ്ഡ് ആണ്. ഞാൻ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഉണ്ടാവും. ഇപ്പോൾ സനലാഭത്തിന് വേണ്ടി പെട്ടെന്ന് കിട്ടിയ ഒരു സംഭവം. ഓക്കെ, ഇത് കസ്റ്റമൈസ് ഡിസ്പ്ലേ കൊടുക്കുക. നിങ്ങളിത് പോസ് ചെയ്ത് നോക്കി കണ്ടെടുക്കാൻ പറ്റും. വീഡിയോ വീണ്ടും പോസ് ചെയ്യുക, കാണുക, ഏതാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. ഓക്കെ, ഞാനിപ്പം ഇവിടെ വേണമെങ്കിൽ എൻ്റെ കമ്പനി പേര് കൊടുക്കാം, ലോഗോ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനിയുടെ പേര് ABC ആണെന്ന് വിചാരിക്കും, ABC കൊടുക്കും. ഓക്കെ, ലോഗോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗോൻ്റെ ലോഗോ കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, തുടക്കത്തിൽ ലോഗോ ഒന്നും കാണില്ല, ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം. നമ്മൾ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഫൈൽ ടാക്സ് benefits of life insurance. ഇൻഷുറൻസ്. ഇനി ഇത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാ ടൂളും ഉണ്ട്. ഞാനതൊരു 70 സെറ്റ് ചെയ്തു. 5 ടാക്സ് ബെനിഫിറ്റ്സ്. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്താൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ബൈ ഒന്നെങ്കിൽ യുവർ നെയിം or your company
പിന്നെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ദെൻ ഇവര് ഒരുപാട് പവർ പോയിന്റ് ഒരുപാട് സംഭവങ്ങൾ തന്നിട്ടുണ്ടാവും. ഇതിൽ ഏതാണ് നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ് അടിക്കുക. ഇത് വേണം, ഇത് എനിക്ക് തോന്നി നമുക്ക് പറ്റും. കാരണം എന്ത് ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റിയൊരു മാച്ചിങ് ആയിട്ടുള്ള ഡീൽ. ഇത് വേണം, ഇത് വേണ്ട, ഞാൻ കളഞ്ഞു. ഇത് വേണം. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, യൂസ് ചെയ്യാം. ബെനിഫിറ്റ് നമ്പർ 1 ഞാൻ ഇത് എടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ബെനിഫിറ്റ് നമ്പർ 1 ടൈപ്പ് ചെയ്തു. അതാണ് ഏകദേശം മാച്ചിങ് ആണ്. ബെനിഫിറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക, മൈൻഡ് ചെയ്യേണ്ട. ബെനിഫിറ്റ് നമ്പർ 1 എന്താണ്, ചാറ്റ് ജിപിടിയിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെടുക്കുക, പ്രീമിയം പെയ്ഡ് സെക്ഷൻ സോ ആൻഡ് സോ. ഇത് കോപ്പി ചെയ്യാം, കറക്റ്റ് ചെയ്യാണ്ട് കറക്റ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, അമ്മ ഇവിടെ എടുത്ത് ഇതിൻ്റെ അടുത്തുള്ളത് കൊടുത്തു. മേജർ, ഇനി അത് ഇതിന് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം, അതിൻ്റെ ബുള്ളറ്റ് പോയിന്റ്സ് ഒന്നുകൂടെ കോപ്പി ചെയ്തു. എന്ത് ചെയ്തു, ഇതൊന്നും നമുക്ക് വേണ്ട, ഞാൻ കളഞ്ഞു. ഇത് കുറച്ച് താഴോട്ട്. ഇതാണ് പിക്ക് ആൻഡ് ഡ്രോപ്പ് ആണ്. ബെനിഫിറ്റ് നമ്പർ 1. ഇനി നമുക്ക് ഈ ഇമേജ് വേണമെങ്കിൽ നമുക്ക് കളയാം. ഈ ഇമേജ് കളഞ്ഞിട്ട് ഈ ഇമേജിനകത്തോട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഒരു ഓപ്ഷൻ ചെയ്യും, ഡിലീറ്റ് ഇമേജ് ഓർ ഡിലീറ്റ് ഫ്രെയിം. നമുക്ക് ആ ഫ്രെയിം അവിടെ വേണം, പക്ഷെ ആ ഇമേജ് അവിടെ വേണം. അപ്പൊ ആ ഇമേജ് ഡിലീറ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ചാറ്റ് ജിപിടി നേരത്തെ സേവ് ചെയ്ത് വെച്ച ഇമേജ് ഇതെടുക്കുക, സേവ് ചെയ്യുക. ആ ഇമേജ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഫയൽസിൽ പോവുക, അപ്ലോഡ് ചെയ്യുക. അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് 2 തവണ അപ്ലോഡ് ചെയ്യുന്നു. നടുക്ക് വന്നു, അപ്ലോഡ് ചെയ്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്രെയിമിനകത്ത് വരും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ചെയ്യാം. അപ്പോൾ ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ സൈസ് പറഞ്ഞെടുക്കുക. വെർട്ടിക്കൽ ആയിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മൊബൈൽ സൈസുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. ഈ പ്രോബ്ലം പറഞ്ഞത്, പ്ലീസ് ക്രിയേറ്റ് എ സപ്പോർട്ടിംഗ് ഇമേജ് ഫോർ ദ ബിലോ പോയിന്റ് വിത്ത് വെർട്ടിക്കൽ ഡയമെൻഷൻ എന്ന് കൂടെ പറഞ്ഞാൽ, അല്ലെങ്കിൽ മൊബൈൽ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആ രീതിയിൽ ഡിസൈൻ ചെയ്തു. തൽക്കാലം ഞാൻ ഇവിടെ വേണ്ടി ഇത് മാറ്റിയിട്ട് ഒരു മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇമേജ് പെർഫെക്റ്റ്ലി ഫിറ്റ്. മൊബൈൽ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ ഇവിടെ പ്രോംപ്റ്റിൽ ആ ചെറിയൊരു മാറ്റം ചെയ്തു കൊടുക്കും. മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇമേജ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, തൽക്കാലം ഈസി ആയിട്ട് ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഈസി ആക്കാൻ വേണ്ടി ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്ത് ചെയ്യും, ഇതിന്റെ ഒരു കോപ്പി എടുക്കുക. കമ്പനിയുടെ പേര് ചെയ്യാൻ വേണ്ടി എന്താണെന്നുള്ള ഏജൻസിയാണ് ഏജൻസി, കമ്പനിയുടെ പേര് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ഇതിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലസ് ബട്ടൺ കാണാം. ഒരു പേജ് കൂടെ നമുക്ക് അത്ര 5 ഒന്നുകൂടെ അല്ലേ. എന്ത് ചെയ്യാം, ഇത് ഏതാണോ നമുക്ക് ചെയ്യേണ്ടത് അതൊന്നുകൂടെ ചെയ്യുക. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. കോപ്പി കീബോർഡിൽ ചെയ്യേണ്ടത് പേസ്റ്റ്. നമുക്ക് എത്രണ്ണമാണ് വേണ്ടത്, 5 എണ്ണമാണെങ്കിൽ 5 എണ്ണം ചെയ്യും. ഇത് ചെയ്യുക. ഇവിടെ ബെനിഫിറ്റ് നമ്പർ 2 കൊടുക്കുക, അത് ഇവിടെ ആഡ് ചെയ്യുക. ഇവിടെ പോവുക, ബെനിഫിറ്റ് നമ്പർ 3 കൊടുക്കുക, ആഡ് ചെയ്യുക. ആ കറസ്പോണ്ടിങ് ഇമേജ് എടുക്കുക. അങ്ങനെ 5 എണ്ണം ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, താങ്ക് യു പേജ് PDF റെഡി ആയിട്ട്. ഇപ്പൊ ഞാൻ സ്പീഡായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ പോസ് ചെയ്യുക, കാണുക, ചേഞ്ചസ് വരുത്തുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇനി ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് PDF സ്റ്റാൻഡേർഡ് ആണ്. മാറ്റാം. നമുക്ക് വേണ്ടത് PDF സ്റ്റാൻഡേർഡ് ആണ്. PDF റെഡി. ഡൗൺലോഡിങ്. ഡൗൺലോഡ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡൗൺലോഡിങ്
Keep downloading. Yes. Got it. നമ്മുടെ PDF ready. ഒരു ടാക്സ് മെനു തുറന്നിട്ട് കഴിഞ്ഞ് സിമ്പിൾ റൈറ്റ്. സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് ഈ ക്ലയന്റിനെ റീച്ച് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് AI വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി അതിനെ PDF-ലേക്ക് സ്റ്റെപ്പ് നമ്പർ 3 PDF-ലേക്ക് ക്യാൻവ ഉപയോഗിച്ച് മാറ്റി. അപ്പൊ ഇനി നമുക്ക് വേണ്ട മാറ്റങ്ങൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നത് വരെ വേണ്ട ചേഞ്ചസ് എല്ലാം മാറ്റുക. കളർ മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാൻവയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ വേറെ നൽകുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ഈ ചാനൽ അഗൈൻ സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെ പറയുന്നതായിരിക്കും. ഇനി സ്റ്റെപ്പ് നമ്പർ 3 PDF ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എന്താണ് ചെയ്യേണ്ടത്? ക്ലയന്റിനെ റീച്ച് ചെയ്യുക. അപ്പൊ നമുക്കത് എവിടെയാണോ ഷെയർ ചെയ്യാൻ പറ്റുന്നത് അവിടെയൊക്കെ ഷെയർ ചെയ്യാം. വാട്സാപ്പിൽ ഷെയർ ചെയ്യണമെങ്കിൽ വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. ഇമേജ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ChatGPT-യിൽ. ഇമേജ് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഇനി എന്ത് ചെയ്യുക? നമ്മൾ PDF ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുക ഹായ്, ക്ലയന്റിന്റെ പേര് രമേശ് അല്ലെങ്കിൽ മനോഹർ. ഹായ് മനോഹർ, അല്ലെങ്കിൽ മനോഹർ സാർ എന്നാണെങ്കിൽ മനോഹർ സാർ, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് വിശ്വസിക്കും എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കും. എത്ര ആൾക്കാർക്ക് അയക്കാൻ പറ്റുമോ അവർക്കെല്ലാം അയച്ചു കൊടുക്കും. ഇതുപോലുള്ള AI ടൂൾസ്, ക്യാൻവ എന്നിപോലുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള PDF തരാം എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷുറൻസ് സൈലന്റ് 100% ഉപകാരപ്രദമായ ഒരു ചാനലായിരിക്കും ഇത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അടുത്ത വീഡിയോ കാണാം.